يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام. اللهم صل وسلم وبارك عليه. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രപഞ്ചത്തിന് അനുഗ്രഹമായി സമ്മാനിച്ചിരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. തിരുദൂതരുടെ പേരും പ്രശസ്തിയും സീമയ്ക്കതീതമാം വിധം അല്ലാഹു പുകഴ്ത്തുകയുണ്ടായി. പാരിലും വാനിലും പുണ്യറസൂൽ കീർത്തിമാനാണ്. വറഫഅനാ ലക ദിക്റക്. താങ്കളുടെ കീർത്തി താങ്കൾക്ക് നാം ഉയർത്തി തന്നിരിക്കുന്നു എന്ന നാഥന്റെ വചനങ്ങളെ അനർത്ഥമാക്കി പ്രവാചക ശ്രേഷ്ഠരടങ്ങുന്ന പ്രപഞ്ചജീവികൾ ആ പൂനിലാവിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നു. വിരചിതമായ മൗലിദുകളിൽ പ്രചുരപ്രചാരം നേടിയ മങ്കൂസ് മൗലിദും അഷ്റഹ് ബൈത്തും വചനാർത്ഥ കവനാവിഷ്കാരത്തോടെയുള്ള സമർപ്പണമാണ് റൈഹാൻ. തഴവ അബ്ദുസ്സലാം മൗലവി വിവർത്തനം ചെയ്ത് കൈരളി സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നത് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, SRPM PO, കൊല്ലം ജില്ല. ഫോൺ 0476-266-3056. بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പരിശുദ്ധ നാമത്തിൽ സമാരംഭിക്കട്ടെ. സന്മാർഗത്തിന്റെ നബിയാകുന്ന പൂർണ്ണചന്ദ്രനെ റബീഉൽ അവൽ മാസത്തിൽ ഉദിപ്പിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നമുക്ക് വാഴ്ത്താം. സർവ്വലോകരെയും സൃഷ്ടിക്കുന്നതിനു മുമ്പ് നബി തങ്ങളുടെ പ്രകാശം അല്ലാഹു രൂപകൽപ്പന ചെയ്ത് മുഹമ്മദെന്ന് പേരുവച്ചു. وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. അല്ലാഹു അവന്റെ തീരുമാനപ്രകാരം പ്രവാചക ദീപ്തിയെ അന്ത്യവാസരത്തിലേക്ക് നിയോഗിക്കുകയും ഒരാളും ധരിച്ചിട്ടില്ലാത്ത അഴകിന്റെ വസ്ത്രം കൊണ്ട് ആവരണമണിയിക്കുകയും ചെയ്തു. അങ്ങനെ ചന്ദ്രനെയും ധ്രുവതാരങ്ങളെയും വെല്ലുന്ന വദനലാവണ്യത്തോടെ നബി തിരുമേനി പ്രസവിക്കപ്പെട്ടു. ألا هو الذي توسل به آدم وافتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا. ആദം നബി തവസ്സുലാക്കുകയും താൻ അവരുടെ താതനെന്ന് അഭിമാനിക്കുകയും ചെയ്ത പുണ്യപുരുഷനത്രേ ഇത്. നബി തങ്ങളെ സ്മരിച്ച് നൂഹ് നബി ഇസ്തിഗാസ നടത്തിയപ്പോൾ അപകടത്തിൽ നിന്നും മോചിതരായി. അഗ്നിക്ക് പാത്രീഭവിച്ചപ്പോൾ നബി തങ്ങളുടെ പ്രകാശം മുതുകിലുള്ളതിനാൽ തീ കെട്ടുപോവുകയും ഇബ്രാഹിം നബി രക്ഷപ്പെടുകയും ചെയ്തു. ورأت أمه آمنة حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا.
നബി തങ്ങളുടെ ഗർഭസ്ഥകാലത്ത് മാതാവായ ആമിന ബീവിക്ക് മാലാഖമാരിൽ നിന്നും സഹായം ലഭ്യമായിരുന്നു. പ്രവാചക സംഘം മഹദിയുടെ ചാരത്തെത്തുകയും വിജയത്തിന്റെയും സന്മാർഗത്തിന്റെയും സൂര്യനെ പ്രസവിച്ചാൽ ആ തേജസ്സിന് മുഹമ്മദ് എന്ന് പേര് വയ്ക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. അല്ലാഹു തആല പറയുന്നു, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു മാർഗദർശകൻ അവതരിച്ചിരിക്കുന്നു. ആ പ്രവാചകൻ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കില്ല. നിങ്ങളുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രതയുള്ളവരാണ്. മുഅ്മിനുകളോട് കരുണാമയനും ദയാവത്സലനുമാണ്. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم ب2000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് 2000 സംവത്സരങ്ങൾക്കപ്പുറം അജയ്യനും ഉന്നതനുമായ അല്ലാഹു സമക്ഷം ഞാനൊരു തൂമരേണുവായിരുന്നു. ആ പ്രകാശവും തദ്വാര മാലാഖമാരും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار. അങ്ങനെ അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ കളിമണ്ണിലേക്ക് സന്നിവേശിപ്പിച്ച് ആദം നബിയുടെ മുതുകിലായി എന്നെ പാരിലേക്കിറക്കി. പിന്നീട് നൂഹ് നബിയുടെ മുതുകിലായി കപ്പലിലും ഇബ്രാഹിം നബിയെ തീയിലെറിയപ്പെട്ട അവസരം അവരുടെ മുതുകിലും നാഥൻ എന്നെ സൂക്ഷിച്ചിരുന്നു. ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. അഭിമാന ഗോപുരങ്ങളായ ഉറവിടങ്ങളിൽ നിന്നും സദ്വൃത്ത മഹിളകളുടെ പ്രസൂതങ്ങളിലേക്ക് എന്റെ റബ്ബ് എന്നെ മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ മാലിന്യമുക്ത മാതൃകാ ദമ്പതികളിലായി അല്ലാഹു എനിക്ക് ജന്മസാഫല്യമേകി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي.
അറബി ജനതാ തോഴരെ മക്കി ശുപാർശകരെ തണി അഹദവന്റെ സലാം സ്വലാത്തും ദാകട്ടെന്നും പൂമണി. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. താരഗണമിൽ വന്നുദിച്ചൊരു ചന്ദനോ നബി തങ്ങളെ താവക പ്രഭവിതുവീനേം വെല്ലുന്നതാവൻ തിങ്കളെ. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. ജനഗണംബികമാരിലുപരി നന്മ പൂക്കും സൂനമാ ജഗമീലിത് പോലൊരാളും അമ്പിയാക്കളിലുത്തമാ. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. നിർമ്മലം നിറയും ശുപാർശയിലൂടെ മോചനമേകുവാൻ നിഖിലരിൽ നബി മാത്രമാണി അമീന മോൻ ഭാഗ്യവാൻ. ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي. പാപ പങ്കില നൗകവാഹനമിൽ സവാരി നടത്തി ഞാൻ പാവന പറുദീസയാക്കണമെൻ മാനം നബി ധന്യവാൻ. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. മമ കിതാബിനെ നൽകുമാദിനം ഹൗദുൽ കൗസർ നുകരുവാൻ മർഹബാ നബിയേ ഗണേ തുണ ദാഹമൊക്കെ ശമിക്കുവാൻ. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. അന്ത്യനാളിലെ ശരണമായ ശുപാർശ കനി നബി തങ്ങളെ അതു ലഭിച്ചില്ലെങ്കിലെന്നും അല്ലലാ പൂന്തിങ്ങളെ. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. തൂകണേ നീ മന്നവാ നബിയിൽ അനുഗ്രഹ കേദകം തൂമ തൂകും കാലമെല്ലാം അമ്പരത്തിൽ താരകം. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. اللهم صل وسلم وبارك عليه. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والولدان
ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള എന്നവരിൽ ഗോപ്യമാക്കി സൂക്ഷിച്ച ജ്യോതിർരത്നത്തെ മാതാവായ ആമിന ബീവിയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ജഗന്യ അന്താവ് റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിൽ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ റിളുവാൻ എന്ന മാലാഖയോട് വിജ്ഞാപനമായി. സുവന കവാടങ്ങൾ തുറക്കപ്പെട്ടു. അപ്സരസ്സുകളും കുട്ടികളും അണിഞ്ഞൊരുങ്ങി. സന്തോഷത്തിന്റെ സന്ദേശങ്ങൾ പ്രവഹിച്ചു. പ്രഭാതതാരങ്ങൾ ഉദിച്ചുയർന്നു. അബ്ദുള്ള എന്നവരിൽ സൂക്ഷിച്ചിരുന്ന മാനവ നേതാവിന്റെ തൂമതുള്ളി മഹദി ആമിന ബീവിയിൽ വിലയം പ്രാപിച്ചതായി വിണ്ണുമണ്ണിനിടയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة اهتز العرش طربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا. നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം പിതാവായ അബ്ദുള്ളയിൽ നിന്ന് മാതാവായ ആമിന ബീവിയിലേക്ക് നീങ്ങിയ സമയത്ത് ആമോദത്താലും ആഹ്ലാദത്താലും അല്ലാഹുവിന്റെ സിംഹാസനം കോൾമയിർ കൊള്ളുകയും അവന്റെ കുർസിയ് മഹത്വപൂരിതവും ഗാംഭീര്യം നിറഞ്ഞതുമാവുകയും ചെയ്തു. ആകാശം പ്രകാശം വർഷിക്കുകയും മാലാഖമാർ തഹ്ലീൽ, ഇസ്തിഗ്ഫാർ മുതലായവയാൽ മുഖരിതരാവുകയും ചെയ്തു. فأصبحت آمنة تلك الليلة والأنوار تلوح في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات وتباشرت به جميع المخلوقات. ആമിന ബീവിയുടെ നിർഭയ കപോലത്തിൽ പ്രകാശരശ്മികൾ തിലകം ചാർത്തിയതോടെ ഭയാനതകളിൽ നിന്നവർ സുരക്ഷിതയായി. പ്രകാശവിസരണത്തോടെ വിസ്മയങ്ങളുണ്ടാവുകയും പ്രപഞ്ച സൃഷ്ടികൾ മുദദൂത് പരസ്പരം കൈമാറുകയും ചെയ്തു. ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى. ശർമ്മത്തിന്റെ റജബിൽ നബി തങ്ങളെ ഗർഭിണിയായപ്പോൾ ശഅബാൻ മാസത്തിൽ ആമിന ബീവി ആഗ്രഹസാഫല്യം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു. നിന്ദ്യതയും നികൃഷ്ടതയും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട സംശുദ്ധാത്മാവിനെയാണ് മഹദി ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന് റമളാൻ മാസത്തോടെ ഭവതിയെ തെര്യപ്പെടുത്തപ്പെട്ടു. അതിമഹത്തായ ആഗ്രഹം സഫലമായെന്ന മാലാഖാ ശബ്ദം ശവ്വാൽ മാസത്തിൽ മഹദി കേൾക്കുകയുണ്ടായി. ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسناء. وأتاها في ذي الحجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم
وجاهه الأسنى وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا، واصطفت الملائكة منزلها في صفر فعلمت أن موعد السرور قد قرب ودنا. മഹത്വത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും തേജസ്സിന്റെയും ഉടമയെക്കൊണ്ട് നീ സന്തോഷിക്കെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുൽഖഅദ് മാസം മഹദിയോട് സ്വപ്നത്തിലൂടെ തെര്യപ്പെടുത്തി. അല്ലാഹുവുമായി സംഭാഷണത്തിന് ഭാഗ്യം സിദ്ധിച്ച മൂസാ നബി അലൈഹിസ്സലാം ദുൽഹിജ്ജ മാസം മഹദി സവിധമെത്തി. മുഹമ്മദ് നബി തങ്ങളുടെ പദവി, ഉയർന്ന സ്ഥാനമാനം എന്നിവയെ സംബന്ധിച്ച് പ്രബോധനം നൽകി. മഹദിയുടെ പ്രസൂതികാ സമയം അടുത്തെത്തിയെന്ന് മുഹറം മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. തന്റെ നികേതനത്തിൽ കാരുണ്യത്തിന്റെ മാലാഖമാർ സഫർ മാസത്തിൽ അണിനിരന്നപ്പോൾ വസന്തത്തിന്റെ വാഗ്ദത്ത സമയം വന്നടുത്തതായി ബീവിക്ക് മനസ്സിലായി. فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة أمر الولادة وحان بروز شمس السعادة. റബീഉൽ അവൽ പിറന്നപ്പോൾ താരാപഥവും അവനീതലവും പ്രകാശിക്കുകയും കഅബ ഷരീഫും സഫാ ശൈലവും തിളങ്ങുകയും ചെയ്തു. അങ്ങനെ പ്രസൂതികാ സമയം അടുത്തെത്തി. വിജയവിളംബരം പുറത്തായി. ആമിന ബീവിക്ക് പ്രസവം സങ്കീർണമായി. വിജയത്തിന്റെ രവിരശ്മി പ്രകടമായി. تلألأ الحق نورا أضاء ونشرت له في الكون أعلام الرضا وإذا بطائر أبيض قد سقط من الهواء فمر بجناحيه على بطن آمنة مسرعا فضربها المخاض ليلة الاثنين 12 من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين. സത്യമതത്തിന്റെ തൂമ ബിന്ദുക്കൾ മിന്നിത്തിളങ്ങുകയും നബി തങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ വൈജയന്തികൾ പാറിപ്പറക്കുകയും ചെയ്തു. റബീഉൽ അവൽ 12 തിങ്കളാഴ്ച രാവിൽ അമ്പരത്തിൽ നിന്നും ഒരു ധവളപത്രി പറന്നുവന്ന് ആമിന ബീവിയുടെ ഉദരത്തിൽ ചിറകുകൊണ്ടമർത്തിയപ്പോൾ ബീവിക്ക് പ്രസൂതിജമുണ്ടായി. അന്നേ ദിനം ഉണ്മപ്രഭാതത്തിൽ മനുഷ്യ ജിന്ന് വർഗങ്ങളുടെ പ്രവാചകന് ബീവി ജന്മം നൽകുകയും ചെയ്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി സ്വല്ലി അലന്നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. യാ റബ്ബി സ്വല്ലി അലന്നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. നബി തങ്ങൾ
ജനങ്ങളിൽ ഗുണം ചെയ്യണേ യാ റബ്ബനാ. നരകാവി മോചകരാണ് നാളെ നബിയൂനാ. ولد الحبيب سيد المتعبد والنور من وجناته يتوقد. പടനായകൻ പരമപ്രിയൻ ജനിക്കുന്നേ, പരക്കുന്നു തിട്ട് കാബോലമിൽ നിന്നേ. ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ജിബ്രീലൂറക്കെ മുഴക്കി അബദാനങ്ങളാ, ചിതനാണീ ദഹ്മദ് പ്രഭ വിളങ്ങും തങ്ങളാ. ഹാദാ കഹീലു തർഫി ഹാദൽ മുസ്തഫ ഹാദാ ജസീലുൽ വസ്ഫി ഹാദാ സയ്യിദു. നേത്രങ്ങളിൽ നബി മുത്ത് സുറുമ വരച്ചതാ, നേതൃത്വമാൽ വർണ്ണിച്ച ജേതാവും ഈദാ. ഹാദാ ജമീലുൻ നഅതി ഹാദൽ മുർതള ഹാദാ മലീഹുൽ വജ്ഹി ഹാദൽ ഔഹദു. ഊദാത്തവും ഉത്കൃഷ്ടവും മേളിച്ചതാ, ഉത്ഫുല്ല വദനമതുല്യ നാം നബി മുത്തീദാ. ഹാദല്ലദീ ഖുലിഅത് അലൈഹി മലാബിസുൻ വനഫായിസുൻ ഫനദീറുഹു ലാ യൂജദു. അഴകും ആലങ്കാരങ്ങളും തിരുവസനമാ, അഖിലം മൂത്തും നമിക്കുന്നു തിരുനബി സവിധമാ. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. മാനത്തിലെ മാലാഖമാർ പറയുന്നേ, മാൻപുറ്റ മുത്ത് ഹബീബിദാ ഊദിക്കുന്നേ. بشرى لي أمتي برؤية وجهه هذا هو الجاه العظيم الأزيد. ആ തിരുമുഖം ദർശിച്ചവർക്കാനന്ദമാ, ആ പാദ ചൂടം ഭാഗ്യമെന്നും ലഭ്യമാ. ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند. പ്രസവിച്ചു മാർഗം ചെയ്ത് സുറുമാനേത്രമിൽ, പ്രസിദ്ധമായ ഹദീസുമുണ്ടേ ലക്ഷ്യമിൽ. صلى عليك الله يا علم الهدى ما ناح طير في الغصون يغرد. മാനേശീൽ നീ റബ്ബന ചൊരി നന്മകൾ, മരച്ചില്ലയിൽ പാടുന്ന കാലം പറവകൾ. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. اللهم صل وسلم وبارك عليه. وروي أن آمنة رأت حين وضعته صلى الله عليه وسلم
نورا أضاء له قصور بصرى من أرض الشام. നബി തങ്ങളെ പ്രസവിച്ചപ്പോൾ ഷാം രാജ്യത്തുള്ള കിസ്ര കൊട്ടാരങ്ങൾ പ്രകാശിക്കുന്ന കാഴ്ച ആമിന ബീവി കണ്ടതായി പ്രസ്താവിക്കപ്പെടുന്നു. وروي أن آمنة قالت لما وضعته مددت عيني لأنظر ولدي فلم أره ثم وجدته في المخدع وهو مكحول مدهون مختون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوح الطيب من جنابه فجعلت أنظر إليه وإذا مناد ينادي أخفوه عن أعين الناس. قالت فما كان غيبته وحضوره إلا كلمح البصر. അവർ പറയുകയാണ്, പ്രസവാനന്തരം കുഞ്ഞിനെ കാണാൻ ഞാൻ ചുറ്റുപാടും നോക്കി. ഫലം നാസ്തി. അല്പം കഴിഞ്ഞപ്പോൾ സുറുമ വരച്ച നേത്രദ്വയവുമായി എണ്ണ പാകിയ പൊന്നുടലുമായി ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി മിനുസമുള്ള ധവളപ്പട്ടിൽ പൊതിയപ്പെട്ടവരായി പരിസരം സുഗന്ധപൂരിതമാക്കി വിശാല ഹാളിലെ ചെറുമുറിക്കകത്തത പള്ളികൊള്ളുന്നു. കൊതി തീരാതെ കുഞ്ഞിനെ നോക്കിയിരിക്കുമ്പോൾ ജനദൃക്കിൽ നിന്ന് കുഞ്ഞിനെ നിങ്ങൾ ഗോപ്യമാക്കുക എന്നാരോ വിളിച്ചു പറയുന്നതായി ഞാൻ കേട്ടു. കുഞ്ഞിന്റെ തിരോധാനവും സാന്നിധ്യവും നൈമിഷികമായിരുന്നു. ولما كنت متحيرة من ذلك إذا بثلاثة نفر قد دخلوا علي كأن وجوههم أقمار وفي يد أحدهم إبريق من الفضة ومع الآخر تشت من الزبرجد الأخضر وفي يد الثالث حريرة بيضاء مطبية فنشرها فإذا هي خاتم يحير أعين الناظرين من شدة نوره. حمل ابني وناوله لصاحب الطشت وأنا أنظر إليه فغسله من ذلك الماء الذي في الإبريق 7 مرات ثم قال لصاحب اختم بين كتفيه بخاتم النبوة فهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. ഞാൻ എന്റെ പൈതലിന്റെ വിഷയത്തിൽ പരിഭ്രമിച്ചിരിക്കുമ്പോൾ ചന്ദ്രമുഖികളായ 3 ആളുകൾ എന്റെ ചാരത്തെത്തി. ഒന്നാമന്റെ കയ്യിൽ രജതഗളന്തിക, രണ്ടാമന്റെ കയ്യിൽ പച്ച ഗോമേതകത്തളിക, മൂന്നാമന്റെ കയ്യിൽ ചുരുട്ടപ്പെട്ട വെള്ളപ്പട്ട്. പട്ട് നിവർത്തിയപ്പോൾ അതിൽ കണ്ണഞ്ചിപ്പിക്കുന്ന തേജസ്സാർന്ന ഒരു മുദ്ര. ശേഷം പട്ടുടമ എന്റെ പൂമകനെ എടുത്ത് തളികയുടമയെ ഏൽപ്പിക്കുകയും ഞാൻ നോക്കി നിൽക്കെ അദ്ദേഹം കിണ്ടിവെള്ളം കൊണ്ട് 7 പ്രാവശ്യം കുഞ്ഞിനെ കുളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് തളികയുടമ പട്ടുടമയോട് ഇപ്രകാരമരുളി: ഈ ശിശുവിന്റെ ഇരുചുമലിനിടയിൽ നബിത്വ പരിസമാപ്തി കൊണ്ട് മുദ്രണം ചെയ്യുക. ഈ കുട്ടി അന്ത്യപ്രവാചകനും ആകാശഭൂനിവാസികൾക്കാകമാനം നേതാവുമാണ്. وقيل لما ولد صلى الله عليه وسلم خمدت تلك الليلة نار فارس بعد الضرام ولم تكن خمدت قبل ذلك ب1000 عام وارتج إيوان كسرى وسقطت منه 14 شرافة وغاضت بحيرة ساوة وأصبحت أصنام الدنيا كلها منكوسة
ورميت الشياطين من السماء بالشهب الثواقب وانبلج صبح الحق وبطل ما كان يعمله كل كاذب. 2000 വർഷമായി പേർഷ്യക്കാർ ആരാധിച്ചു വന്നിരുന്ന അണയാത്ത അഗ്നി തിരുജന്മരജനിയിൽ ആളിക്കത്തി അണഞ്ഞുപോയി. കിസ്ര ചക്രവർത്തിയുടെ കോട്ടകൊത്തളങ്ങൾ പ്രകമ്പനം കൊള്ളുകയും അതിലെ 14 മേടകൾ ഇടിഞ്ഞു വീഴുകയും സാവ ജലാശയം വറ്റിപ്പോവുകയും ചെയ്തു. പ്രപഞ്ചത്തിലെ സമസ്ത ബിംബങ്ങളും തല കീഴായി മറിഞ്ഞു വീഴുകയും തുളച്ചുകയറി കരിച്ചുകളയുന്ന ചെങ്കോൽ കൊണ്ട് അമ്പരത്തിൽ നിന്ന് പിശാചുക്കളെ എറിയപ്പെടുകയും ചെയ്തു. സത്യപ്രഭാതം പൊട്ടിവിടരുകയും കള്ളവാദങ്ങൾ തമസ്കരിക്കപ്പെടുകയും ചെയ്തു. وروي عن يحيى بن عروة أن نفرا من قريش كانوا عند صنم من أصنامهم قد اتخذوا ذلك اليوم عيدا من أيامهم ينحرون فيه الجزور ويأكلون ويشربون وقد عكفوا عليه يخوضون ويلعبون فدخلوا عليه فوجدوه مكبوبا على وجهه فأنكروا عند ذلك عليه وردوه إلى حاله فانقلب انقلاب صاغر ففعلوا ذلك 3 وهو لا يستقيم فلما رأوا ذلك أبدوا حزنا وتألما وأصبح العيد الذي كانوا فيه مأتما. മഹാനായ ഉർവത്തിന്റെ മകൻ യഹിയ പ്രസ്താവിക്കുന്നു, ഖുറൈശി പ്രമുഖരിൽ ചിലർ ഒരു ആഘോഷവേളയിൽ തങ്ങൾ ആരാധിക്കുന്ന ഒരു പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ ഒത്തുകൂടി. ആചാരപ്രകാരം അവർ ഒട്ടകത്തെ ബലിയറുത്ത് ഭുജിച്ചു കുടിച്ചു ഭജിച്ച് കളിച്ചു രസിച്ച് വിനയം പ്രകടിപ്പിക്കുന്നതിനിടയിൽ ബിംബം മുഖം കുത്തി താഴെ വീണുപോയി. അവർക്കതിനോട് നീരസം തോന്നി. അവരതിനെ പുനഃപ്രതിഷ്ഠിച്ചപ്പോഴും നിന്ദതയോടെ തകിടം മറിഞ്ഞു. പുനഃപ്രതിഷ്ഠാ ചടങ്ങ് 3 തവണ ആവർത്തിച്ചെങ്കിലും ഫലം നാസ്തി. തദ്വാര അവരുടെ ദുഃഖവും വേദനയും ക്ഷതഗുണീഭവിച്ചു. അങ്ങനെ അവരുടെ പെരുന്നാൾ സുദിനം അനുശോചനാ ദിനമായി പരിണമിച്ചു. فقال عثمان بن الحويرث ما له قد أكثر التنكس إن هذا لأمر حدث وأنشد وقلبه يصلى بالنار. അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹുവൈരിസിന്റെ മകൻ ഉസ്മാൻ പറഞ്ഞു, ദാരുണമായ ഈ സംഭവത്തിന് തീർച്ചയായും ഏതോ പുതിയ സംഭവമാണ് നിദാനം. എരിഞ്ഞമരുന്ന വേദനയോടെ അദ്ദേഹം ചില കവിതകൾ ചൊല്ലാൻ തുടങ്ങി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. സലാമും സലാത്തും സ്വാഗതം പുണ്യപൂമണി സദാചാര നായകരായി ഉദിച്ച
കൊതിച്ചുള്ള കൺമണി يا صنم العيد الذي صف حوله صناديد من وفد بعيد ومن قرب നിനക്കെന്ത് സംഭവിച്ചിന്നോ പെരുന്നാൾ ബിംബമേ നീ വേദനിക്കുവാനാരാധ്യ വൃന്ദം തിടുക്കമേ تنكست مقلوبا فما ذاك قل لنا فمن حزننا قدرت العير بالسحب മോഹം കുത്തി വീഴാൻ കാരണമെന്ത് ബിംബമേ മൂരളുന്നു താവൂരു ഞങ്ങളിൽ കണ്ടു ദുഃഖമേ فإن كنت من ذنب آتينا فإننا نبوء بإقرار ونلوي عن ذنبي അനർത്ഥങ്ങളിൽ മരുവുന്നാരാധ്യരെങ്കിലേ അതൊക്കെ പൊറുക്കാൻ തൗബ ചെയ്യുന്നു നിന്നിലേ وإن كنت مغلوبا ونكست صغيرا فما أنت في الأوثان بسيد ربي അതല്ല പരാജയമേറ്റു നീ തോറ്റെങ്കിലേ അല്ലല്ല നീ നേതാവ് ബിംബങ്ങളിലൊന്നിലേ تردى لمولود أضاءت بنوره جميع فجاج الأرض خوفا من الرعب ജനിച്ചു റസൂലുള്ളാഹി അതുതന്നെ കാരണം ജഗത്തിൽ പ്രകാശം തൂങ്ങി നിൽക്കുന്നുണ്ട് തോരണം ونار جميع الفرس قد خمدت له وقد بات شاه الفرس في أعظم الكرب ഈറാൻ ദേശമിൽ ജ്വലിക്കുന്ന അനലനീലക്കലായി ഇരുൾ മൂടി രാജാവിന്റെ പരിദൂഷ്ടിയും നീങ്ങലായി فيا لقصي ارجعوا عن ضلالكم وهبوا إلى الإسلام والمنزل رحبي അനാചാരമിൽ നിന്നും മടങ്ങൂ കൂസയ്യരെ അനായാസമിസ്ലാം സ്വീകരിക്കൂ സഹോദരേ صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية اللهم صل وسلم وبارك عليه. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك قال سميته محمدا فقالوا قد رغبت عن أسماء آبائك قال أردت أن يحمده من على الغبراء. അഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് പ്രസ്താവിക്കുന്നു, നബി തങ്ങളെ പ്രസവിച്ച 7-ാം ദിവസം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുട്ടിക്കു വേണ്ടി അക്കീക്കയും മറ്റു ചടങ്ങുകളും നടത്തുകയും ഖുറൈശികളെ ക്ഷണിച്ച് സൽക്കരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് ശേഷം അബ്ദുൽ മുത്തലിബിനോട് ആഗതർ ചോദിച്ചു, കുട്ടിക്കെന്താണ് നിങ്ങൾ പേരിട്ടത്? അദ്ദേഹം പ്രതിവചിച്ചു, മുഹമ്മദ്. പൂർവികരുടെ പേരുകൾ വിഗണിച്ച്
മറ്റൊന്നിലേക്ക് ചേക്കേറിയിരിക്കുന്നതായി ആതിഥേയർ അഭിപ്രായപ്പെട്ടപ്പോൾ, പ്രപഞ്ച സൃഷ്ടികൾ ഈ കുട്ടിയെ പുകഴ്ത്തണമെന്നാണ് ഞാൻ ആശിക്കുന്നതെന്ന് അബ്ദുൽ മുത്തലിബ് പ്രത്യുത്തരമേകി. محمدا سموا نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الضحى في ذلك السعد മുഹമ്മദെന്നവർ പേര് വച്ചു റസൂലിനെ ജനമഖിലരിൽ നബി തന്നെ ഹംദിനർഹന്. അല്ലാഹുവേ ഗുണമേക് മുത്തു നിലാവിന് ഒളിയുള്ള കാലം താരപഥമിൽ സൂര്യന്. فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وعمها الفرح والسرور وأقبلت الملائكة والحور وحف حجرتها أنواع الطيور وهي تسمع لازدحامهم واحتفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين في بيتها أمسا. നബി തങ്ങളുടെ രഹസ്യം പ്രകടമാക്കാനും ആ പൂനിലാവിന്റെ പ്രതിഭാനമാൽ പ്രപഞ്ചം പ്രകാശിക്കാനും സമയമായപ്പോൾ നബി തങ്ങളുടെ ബറക്കത്തുകളിൽ സായുജ്യമടഞ്ഞ് ആമിന ബീവി സ്വഗൃഹത്തിൽ ഏകാന്തയായി ഇരിക്കുകയായിരുന്നു. തന്റെ ഭവനം പ്രകാശം പൊഴിക്കുന്നതും ആമോദവും ആഹ്ലാദവും തന്നെ പൊതിയുന്നതും മാലാഖമാരും അപ്സരസ്സുകളും തനിക്ക് സ്വാഗതമരുളുന്നതും പക്ഷിപറവാദികൾ വീടിനു ചുറ്റും പറക്കുന്നതും കണ്ടപ്പോഴല്ലാതെ പ്രസൂതികാ സമയം ആമിന ബീവി അറിഞ്ഞതേയില്ല. ഹബീബായ നബിയുടെ ആഗമനം പ്രമാണിച്ച് തിങ്ങിക്കൂടിയ മാലാഖമാരുടെയും അപ്സരസ്സുകളുടെയും നേരിയ ശബ്ദം ബീവിക്ക് കേൾക്കാമായിരുന്നു. അല്ല, സമസ്ത ലോകത്തിനും നേതാവ് വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെങ്ങനെയത് ബീവി കേൾക്കാതിരിക്കും? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിഖുനല്ലാഹു റാസിഖുന ഖാലിലിൽ ഹജാതി മൻ തലബാ. ഖാലിഖുനല്ലാഹു റാസിഖുന ഖാലിലിൽ ഹജാതി മൻ തലബാ. സൃഷ്ടാവും ദാതാവുമായവനെ സൃഷ്ടിവാഞ്ച തരും ദായകനെ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറൂജി. തീർച്ച നബി തിരുമേനി സാന്നിധ്യത്താൽ തീരെ ദീപം വേണ്ട തേജസ്സിനാൽ. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിൻ നാസു ബിൽ ഹുജജി. ലക്ഷ്യമാണേ ഞങ്ങൾക്കാവദനം ലക്ഷം സമുദായം വരും സുദിനം. വമരിളൻ അന്ത സൈറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി. അങ്ങ് രോഗം കാണുവാനായി ചെന്നാൽ അല്ല ശിഫയാക്കുന്നതാ ധൃതിയാൽ. ഫാസ മൻ ഖദ് കുന്ത
بغيته وسما في يرفع الدرج മുത്ത് നബിയെ ആര് കൊതിച്ചാലും മൂകിലാണേ ആരെ തീർത്താലും باذلا في الحب مهجته سامحا بالروح والمهج അവൻ ദേഹവും ദേഹിയും തരുന്നേ അച്ഛസ്നേഹവും താണ്ടി അവൻ വരുന്നേ يا كريم الجود راحته فكفيت البحر واللجج ധർമ്മപാണികളുള്ള തിരുനബിയേ ധന്യവാരിധി വെല്ലുവാൻ മതിയേ أنت منجينا من الحرق من لهيب النار والأجج പാവകനിൽ നിന്നീ പാവങ്ങളെ പാലനം ചെയ്യുന്നവൻ തിങ്കളെ ذنبنا ما حيل يمنعنا من ظروف الدمع والعجج പാപമഖിലം നീക്കും പൂമണിയേ പാപി ക്രന്ദനമാണ് ഇരുമിഴിയേ حبكم في قلبنا محب من رهين الذنب والحرج പുണ്യപ്പൂമണിമേനിയനുരാഗം പുഞ്ചപാവം നീക്കുമാതിവേഗം صبكم والله لم يخيب لكمال الحسن والبهج ഇച്ഛാഭംഗം അന്യം പ്രേമിയിലേ ഇമ്പപ്പൂമലരിന്റെ മകുടത്തിലേ إننا نرجو لشافعنا لصلاح الدين والنهج മാർഗമതം ഋജുവാക്കണേ നബിയേ മാന്യമെല്ലാം തീർക്കണേ തണിയേ وهو نجانا من البلوى طيبه في العالم الأرج ആപത്തെല്ലാം തീർത്തതും കനിയാ ആശുകം സൗഗന്ധ പൂമ്പോടിയാ ربي وارزقنا زيارته قبل قبض الروح والخرج നാദാറൗള സിയാറത്തിൽ തുണക്കൂ നാദം തീരും മുമ്പ് നീ വിധിക്കൂ صلي يا ربي على الهادي لسبيل الحق والفرج നീ ഗുണം ചെയ്യണമേ നബി നീ കതൂക്കം നോക്കിടാതുലകി خالقنا الله رازقنا قاضي للحاجات من طلبا اللهم صل وسلم وبارك عليه. قال علي بن زيد رحمه الله تعالى: كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم، فقال لي ذلك الذمي: لم تفعل في هذا الشهر دون غيره؟ فقلت: فرحا بمولد رسول الله صلى الله عليه وسلم، لأنه ولد في هذا الشهر فجعل يهزأ بي فعز علي ذلك، ووجدت من ذلك أمرا عظيما. സയ്യിദിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, റബീഉൽ അവൽ മാസത്തിൽ നബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുകയും തുടർന്ന് അഗതികൾക്ക് ഭക്ഷണമൂട്ടുകയും ചെയ്യുന്നത് എന്റെ ചര്യയിൽപ്പെട്ടതായിരുന്നു. എന്റെ അയൽവാസി ഒരു അമുസ്ലിമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതര മാസങ്ങളെ അപേക്ഷിച്ച് റബീഉൽ അവലിൽ നിങ്ങൾ ഇങ്ങനൊരു കർമ്മപരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഔചിത്യമെന്താണ്? ഞാൻ പറഞ്ഞു,
നബിതങ്ങൾ പ്രസവിക്കപ്പെട്ടത് ഈ മാസത്തിലാണെന്ന സന്തോഷം കൊണ്ട്. മറുപടി കേട്ടപ്പോൾ അയാൾ എന്നെ പരിഹസിക്കാൻ തുടങ്ങി. ഞാൻ ദുഃഖകയത്തിൽ നിപതിച്ചു. എന്നാൽ തദ്വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മഹാത്ഭുതത്തിന് ഞാൻ സാക്ഷിയായി. فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام فقال لي ما بك فأخبرته بخبري مع الذمي فقال لا تحزن فإنه يأتي إليك غدا وهو مؤمن. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ നബി തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. എന്റെ വൃത്താന്തമന്വേഷിച്ച നബി തങ്ങളോട് അയൽക്കാരനുമായുണ്ടായ സംഭവം വിശദീകരിച്ചു. നബി തങ്ങൾ അരുളി, നീ വ്യാകുലപ്പെടേണ്ട. കാരണം അദ്ദേഹം മുഅ്മിനായി നാളെ നിന്റെ സവിധമിലെത്തുന്നതാണ്. قال فاستيقظت وقد تزايد وجدي وأنا أنتظر إنجاز وعدي وصحب المدامع قد جرت على خدي وإذا بالباب يطرق والذمي يقول افتح فقد زال صدى قلبي إن كان الحبيب قد كان عندك فالبارحة قد كان عندي. ഞാൻ ഞെട്ടിയുണർന്നു. ആനന്ദതുന്തിലനായി അശ്രുകണങ്ങൾ കപോലങ്ങളെ ഈറനണിയിച്ചു. നബി തങ്ങളുടെ വാഗ്ദത്ത സാഫല്യവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായി. അപ്പോൾ അതാ ആരോ വാതിലിൽ മുട്ടുന്നു. ആ മാന്യദേഹം തന്നെ. തുറക്കൂ സുഹൃത്തേ, തീർച്ചയായും എന്റെ ഹൃദയമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രിയങ്കരനായ നബി തങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ രജനിയിൽ ഞാനും അത് ആസ്വദിച്ചിരിക്കുന്നു. قال ففتحت له الباب فدخل وهو يقول لا إله إلا الله محمد رسول الله فقلت له ما شأنك قال رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة أزج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته. ഞാൻ വാതിൽ തുറന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം കയറി വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കെന്ത് സംഭവിച്ചു? അദ്ദേഹം പ്രത്യുത്തരമേകി, മുഖപ്രസന്നതയുള്ളതും സൗഗന്ധമുറ്റതും ഗാംഭീര്യം നിറഞ്ഞതും നേർത്തുനീണ്ട പുരികങ്ങളുള്ളതും കോമളവദനനുമായ ഒരു മഹാ തേജസ്വിയെ ഞാൻ ഇന്നലെ രാത്രി കിനാവ് കണ്ടു. അദ്ദേഹത്തിന്റെ വചനത്തിൽ വശ്യത, നിശബ്ദതയിൽ മാന്യത, മൊഴികളിൽ മധുരിമ. കണ്ടാൽ ഇതാണ് പൂർണ്ണേന്ദു എന്ന് താങ്കൾ പറയും. കസ്തൂരി അമ്പറും പരിമളം പരത്തിയാണ് പ്രയാണം. ആനന്ദചാരുതയ്ക്കും സുഗന്ധപൂരിതയ്ക്കും ബാഹുല്യമേകിയതെന്താണാവോ? فأردت أن أقبل يديه قال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين ورسول رب العالمين
فقلت لا إله إلا الله محمد رسول الله ففتح يديه وعانقني ثم قال هذه الجنة وذاك القصر لك فقلت ما علامة ذلك قال أن تموت غدا. ഞാൻ ആ പൂന്തിങ്കളിന്റെ ബാഹുപല്ലവങ്ങളിൽ മുത്തമർപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ ആ മഹാമനീഷി എന്നോടാരായുകയാണ്, താങ്കൾ എന്റെ മാർഗം അവലംബിക്കാത്ത അവസ്ഥയിൽ എന്റെ പാണീചുംബനം അനൗചിത്യമല്ലേ? ഉടനെ ഞാൻ ചോദിച്ചു, ഭവാൻ ആരാണ്? അങ്ങയുടെ ബഹുമതിയാൽ എന്നെ അല്ലാഹു കടാക്ഷിക്കുമാറാകട്ടെ. അവിടുന്ന് അരുളി, ഞാനാണ് പ്രപഞ്ചത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട മാർഗദർശകനും ആദ്യന്തം വരെയുള്ളവർക്ക് നേതാവും അന്ത്യപ്രവാചകനും സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ ദൂതനുമായ മുഹമ്മദ്. കാലവിളംബമന്യേ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് ഞാൻ ഉദ്ഘോഷിച്ചപ്പോൾ അവിടുത്തെ യുഗ്മഹസ്തമെനിക്ക് പ്രസാദിക്കുകയും അവിടുന്ന് എന്നെ പരിരംഭണം ചെയ്യുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് കാണിച്ച സുവനവും കൊട്ടാരവും എനിക്ക് വാഗ്ദത്തമേകി. ഞാൻ അതിന് തെളിവാരാഞ്ഞപ്പോൾ നാളത്തെ താങ്കളുടെ മരണമെന്ന് പ്രവചിച്ചു. قال صاحب الحكاية فبينما هو يحدثني وإذا بالباب يطرق وقائل يقول. അലി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ആരോ കതകിന് മുട്ടുന്നു. അയാൾ പാടുകയാണ്, إن كنت أنت حظيت يوما باللقاء زال الجاه